കേട്ടിട്ടുണ്ടോ എന്നറിയില്ല നൂർജഹാൻ, മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്നൊരു പുസ്തകമുണ്ട്. ഡോക്ടർ ജോൺ ഗ്രേ എഴുതിയ പുസ്തകമാണ്. റിലേഷൻഷിപ്പിൻ്റെ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകമാണ്. നിർബന്ധമായിട്ടും ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ കേരളത്തിൽ നടപ്പാക്കും. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാകാതെ പോകുന്നത് സ്ത്രീ ബ്രെയിനും പുരുഷ ബ്രെയിനും വേറെയാണ്. അതായത് സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ സ്ത്രീയുടെ ബ്രെയിനും പുരുഷൻ്റെ ബ്രെയിനും വ്യത്യാസമാണ്. വി ആർ സൈക്കോളജിക്കലി ഡിഫറെൻറ്റ്, ന്യൂറോളജിക്കലി ഡിഫറെൻറ്റ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകം അടക്കമുള്ള കാര്യം വേണം. അപ്പം മാരിറ്റൽ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കമ്പൽസറി ആക്കും. അത് നിർബന്ധമാണ്. ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ, അതായത് പ്രിഫറബിളി ഒരു 15 വയസ്സ്, ഒരു ടീനേജേഴ്സ്, ഒരു 13-14 റേഞ്ചിൽ. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടവും സ്നേഹവും അഫെക്ഷനും ആകർഷണവും ഒക്കെ ഉണ്ടാകുന്നത് ഇറ്റ്സ് വെരി നാച്ചുറൽ. ബട്ട് സ്കൂളിൽ ഇതൊക്കെ ടീച്ചേഴ്സ് ഭയങ്കര ക്രൈമായിട്ടാണ് കാണുന്നത്. അപ്പം ടീച്ചേഴ്സിനെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് ഇറ്റ്സ് എ വെരി നാച്ചുറൽ പ്രോസസ്സ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഹൗ ടു മാനേജ് ഇറ്റ് ബെറ്റർ. അങ്ങനെ ആ അഫെക്ഷൻ ആൻഡ് അട്രാക്ഷൻ സ്വാഭാവികമാണ്. അപ്പം സ്കൂൾ, കോളേജ്, അതിന് ശേഷമുള്ള കാലങ്ങളിൽ അപ്പോൾ സ്ത്രീ പുരുഷ മനഃശാസ്ത്രങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ്. ഡോക്ടർ ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. ലോകത്തെ ഏറ്റവും വിറ്റഴിഞ്ഞ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിലൊന്നാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ടുവരും. 3, നിർബന്ധമായി എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കും. അതായത് ഞാനൊരു കടുത്ത വിശ്വാസിയാണ്, ഞാൻ സർവ്വമത വിശ്വാസിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിശ്വാസങ്ങളെയും പുൽകുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പേർ അങ്ങനെ അമ്പലത്തെയും പള്ളിയും ഒക്കെ വെച്ച് കൊള്ള നടത്തുന്നവരുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന പോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് സുതാര്യത, ട്രാൻസ്പെറൻസി വേണം. എൻ്റെ പെറ്റീഷനിലാണ് ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നത്. എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആകും. ഈ കാശ് എങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്ന് നമുക്കറിയാൻ, വിശ്വാസികൾക്കറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ അവിടെ ആപ്ലിക്കബിൾ ആക്കും. അങ്ങനെ കുറച്ച് ഘടനാപരമായ പബ്ലിക് പോളിസി ചേഞ്ചസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഈ PK മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അതിപ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു കല്ലും അതിന് മുകളിൽ ഒരു ചുമന്ന തുണിയും താഴെ കുറച്ച് 5 രൂപ ഇത് എന്താ അറിയാമോ, ഇത് ഒരുപാട് പേര് രണ്ടർത്ഥത്തിലാണ് ചൂഷണം ചെയ്യുന്നത്. ഒന്ന് സാമ്പത്തികമായി, 2 സാമുദായികമായി. സാമ്പത്തികമായി അങ്ങനെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ പല ആൾദൈവങ്ങളും മറ്റും. ആൾ ദൈവങ്ങൾ വേറെ, ആത്മീയ ഗുരുക്കന്മാർ വേണം. ഞാൻ വിവേകാനന്ദ സ്വാമിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ഒരു ആരാധകനാണ്, ശിഷ്യ രീതിയിൽ എന്തായാലും അവരെ ഗുരുക്കന്മാരായി കാണുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രോഡുകളായ നിത്യാനന്ദ അടക്കമുള്ള ആൾക്കാരുമുണ്ട്. നിത്യാനന്ദ എന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് രഞ്ജിനി എന്ന സിനിമാ നടിയോടൊപ്പം മറ്റേ വിഷ്വൽ ക്ലിപ്പിലൊക്കെ വന്നത്. ആ വിഷ്വൽ ക്ലിപ്പിൽ വന്ന അവരുടെ കാര്യം. പക്ഷേ നിത്യാനന്ദ പല സ്പീച്ചിലും പറയുന്നത് ഞാൻ എണീക്കാൻ താമസിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ താമസിച്ചു എന്നൊക്കെയാണ്. താഴെ ഇരിക്കുന്നവർ ഇത് കേട്ട് കൈയടിക്കാറുണ്ട്. നിത്യാനന്ദയാണ് ഇപ്പം കൈലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുകയും മറ്റും ചെയ്തത്. ഒരുപാട് ഫ്രോഡുകൾ, ഒരുപാട് കള്ളന്മാർ. അല്ലെങ്കിൽ ആസാറാം ബാപ്പു, അതായത് ഗുജറാത്ത് ബേസ് ചെയ്ത് നിൽക്കുന്ന ഇതാണ്. പുള്ളി ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റേ റാം റഹീം എന്ന് പറയുന്ന അറിയില്ല, മറ്റേ നോർത്തിൽ ഞാൻ വെറുതെ തരാം, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. റാം റഹീമിൻ്റെ സിനിമ കണ്ട അപ്പം അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. കാര്യം റാം റഹീമിൻ്റെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഏലിയൻസ് ലോകത്തെ ആക്രമിക്കാൻ വരുന്നു, ഇയാളായിട്ട് ലോകത്തെ രക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇയാളൊരു ആത്മീയ നേതാവാണെന്നാണ് സ്വയം പറയുന്നത്. മനസ്സിലായി. ഒരുപാട് തട്ടിപ്പുകാർ ഇങ്ങനെയുണ്ട്. അത്തരം മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്ന ആളുകളുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്നവരുമുണ്ട്. നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവി കണ്ടാൽ ചിരിച്ച് കളിച്ച് രസിച്ച് പോകും. സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഞങ്ങൾ മലയാളി ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇതേപോലുള്ള, അതായത് നമ്മുടെ റാം റഹീമിനെ പോലുള്ള ഗജ ഫ്രോഡുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്തരക്കാരെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ നല്ല ആത്മീയ ഗുരുക്കന്മാരെ എല്ലാം എനിക്ക് ആദരവാണ്. അവരെ എല്ലാം ആദരവും വ്യക്തിപരവും അറിയുന്നതാണ്. ശ്രീ രവിശങ്കർജിയെ, മാതാ അമൃതാനന്ദ ദേവിയെ, സദ്ഗുരു ജഗ്ഗി വാസുദേവനെ എല്ലാവരെയും ബഹുമാനമാണ്. പക്ഷേ റാം റഹീമിനെ പോലുള്ളവരുണ്ട്, ആസാറാം ബാപ്പുവിനെ ബാപ്പു എന്ന് പോലും വിളിച്ചുകൂടാ, ആസാറാമിനെ പോലുള്ളവരുണ്ട്. പിന്നെ ഇവൻ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലുണ്ട്. ഇപ്പം പലരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, പോറ്റി എന്ന് വിളിക്കേണ്ട. കാര്യം പോറ്റി ഒരുപാട് ബ്രാഹ്മണർക്കുള്ള ഒരു പേരാണ്. ഉണ്ണികൃഷ്ണന്മാരുണ്ട്. അപ്പം ഇവരെ ഈ സീതയെ തട്ടിക്കൊണ്ടു പോകാൻ രാവണൻ വന്നതുപോലും കാവ്യവേഷം ധരിച്ചാണ്. അങ്ങനെ കാവ്യം എടുത്ത ഒരുപാട് കള്ളന്മാരുണ്ട്. ഇത് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത്. 2, ഇതിനെ വർഗീയമായിട്ട് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ളത്. നിങ്ങൾ സിനിമ കൂടെ ആയതുകൊണ്ട് പരേഷ് റാവൽ വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്. പരേഷ് റാവലിൻ്റെ പുതിയൊരു സിനിമയുണ്ട്, താജ്മഹലിൻ്റെ താഴെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് തരം ഭ്രാന്താണിത്?
താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യക്ക് ലോകത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് താജ്മഹൽ. 7 വണ്ടേഴ്സിൽ നമുക്ക് താജ്മഹൽ മാത്രമേ ഉള്ളൂ. ആ താജ്മഹലിൻ്റെ ഉള്ളിൽ ശിവലിംഗമാണെന്നൊക്കെ പറയുന്നത് എന്ത് തരം ഭ്രാന്താണ് നമ്മുടെ ചില ആൾക്കാർക്കെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ, അവർ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് ഇവർക്ക് പറയുന്നത്. ഹിന്ദുക്കളോട് യാതൊരു മമതയില്ല. ഇത് ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് മൂവി റിലീസ് ചെയ്യുമ്പം കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം ഐബോൾസ് ഗ്രാബ് ചെയ്യും, തർക്കം ഉണ്ടാകും. അത് ആ മൂവിക്ക് ആത്യന്തികമായി പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. അറിയാമല്ലോ, നമ്മുടെ പല മൂവീസും അങ്ങനെ കോൺട്രവേഴ്സി കാരണം കിക്കപ്പിയിട്ടുണ്ട്. ഇത് അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി താജ്മഹലിൻ്റെ മകുടത്തിൻ്റെ ഉള്ളിലൂടെ ശിവൻ വരുന്നു. ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്, താജ്മഹലിനെ അപമാനിക്കുന്നതാണ്. ഇത് തേജോ മഹാലയാണെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ്. അങ്ങനെ അതൊരു ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ആൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പരേഷ് റാവൽ അറിയപ്പെടുന്നൊരു നടനാണ്, മുൻ MP ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദിലെ BJP MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊന്നും അങ്ങനെയുള്ളതിന് തലവെച്ച് കൊടുക്കരുത്. അതൊക്കെ ഒരു ചീപ്പ് പ്രൊപ്പഗാൻഡയാണ്. അത് വളരെ വൾഗറായ പ്രൊപ്പഗാൻഡയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ താജ്മഹലിൽ ഈ റീസെൻറ്റ് ഡേയ്സിൽ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് ദിവസം അടച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നപ്പോഴേക്ക് അതിനടിയിലും വന്ന കമൻസ് ആണ്, ഇനിയിപ്പോൾ അവിടെ ഇവർ പുതിയതായിട്ട് ഒരു ശിവലിംഗം കാണും, പിന്നെ ബാബരി മസ്ജിദിന് സംഭവിച്ച പോലെ തന്നെ ആകുന്നു. ഈ പല ആൾക്കാരും ഈ കോൺസ്പിറസി തിയറീസിൽ പെട്ടുപോകും. എങ്ങനെ വിശ്വസിക്കുന്ന 2 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. താജ്മഹലിനെ അടച്ചിട്ട 20 മുറികളിൽ എന്താണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്പേസ് ആയിരിക്കും, വേറെ എന്താണ് മുറികൾ. ഞാൻ ചോദിച്ചു അപ്പോൾ എന്നിട്ട് അവർ പറയുന്ന കൗതുകം എന്താ അറിയോ, അത് തുറക്കട്ടെ, തുറന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തെളിവുണ്ടെങ്കിലല്ലേ തുറക്കാവൂ. ഇതൊരു ലൂപ്പാണ്. അതായത് മനഃപൂർവ്വം ഒരു ഉള്ളിലെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി എന്താ പറയുക അതുണ്ടെന്ന് പറയാനും. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ മോദിക്ക് കീഴെ താജ്മഹൽ അമ്പലമായിരുന്നില്ല എന്നും താജ്മഹലിൻ്റെ ഉള്ളിൽ വേറൊന്നും ഇല്ല എന്ന് ഒഫീഷ്യലി നിലപാട് ലോകസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് എന്താ പറയുക അതൊരു അപ്പോൾ സ്പർദ്ധ ഉണ്ടാകും, അറ്റൻഷൻ ഉണ്ടാകും. ഈ വിഷയമാണ് ഇപ്പം കേരള സ്റ്റോറി അടക്കമുള്ള മൂവീസ്. അതാണ് കേരള സ്റ്റോറി. 3 പേരുടെ ജീവിതകഥ 32,000 പേരുടെ കള്ളക്കഥയാക്കി പറയുന്നിടത്താണ് പ്രശ്നം. അതായത് നോർത്ത് ഇന്ത്യയിലെ ചില സുഹൃത്തുക്കൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ കേരളത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പോകുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ വന്നാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നൊരു സ്ഥലമാണ്. ഇത് അവിടുത്തെ പാവങ്ങളെ പറ്റിക്കലാണ്. അവിടുത്തെ സാധാരണ അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയല്ലേ. എന്നിട്ട് ആ പ്രൊപ്പഗാൻഡ മൂവികൾക്ക് അവാർഡ് കൊടുക്കും. അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയാണ്. സിനിമയ്ക്ക് കുറച്ച് ഫിക്ഷണലൈസ് ചെയ്യാം, കുറച്ച് ഡ്രമറ്റൈസ് ചെയ്യാം, അത് സ്വാഭാവികമാണ്. 10 എന്നുള്ളത് 100 കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ 10 എന്നുള്ളത് 1,00,000 കാണിച്ചാൽ എങ്ങനെയാണ് ശരിയാകുക? ഇത് ഈ 3 കുട്ടികളുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്ലാസിക് പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്, അതും വൾഗർ പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. അത്തരം കാര്യങ്ങളെ നമ്മുടെ പൊതുസമൂഹം തള്ളിക്കളയണം.